കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ ടീസറും മറ്റും പുറത്തു വന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് കേരളത്തിലുണ്ടായത്. അതിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന സീനിനെ എല്ലാം ട്രോളി മലയാള മാധ്യമങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വരെ രംഗത്ത് വന്നു. അതിന് പിന്നാലെയായിട്ട് ഇതിൽ പ്രതിഷേധം അറിയിച്ച് കേരളത്തിലുടനീളം ബീഫ് ഫെസ്റ്റിവലും നടത്തി. ഇപ്പോൾ അതിനൊരു മറു ചോദ്യം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പോർക്ക് ഫെസ്റ്റ്, അതായത് പന്നിയിറച്ചിയുടെ ഫെസ്റ്റ് നടത്താൻ ധൈര്യമുണ്ടോ എന്നാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ചോദിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് പോർക്ക് ഫെസ്റ്റ് നടത്തേണ്ടത്? എന്തിനാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ചോദ്യം കേൾക്കുമ്പോൾ വളരെ യുക്തിസഹമാണെന്ന് തോന്നാം. പക്ഷെ ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബീഫ് ഫെസ്റ്റ് നടത്തി? കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ മനുഷ്യർ വേട്ടയാടപ്പെടുന്നുണ്ട്. പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് ആരും പന്നിയിറച്ചി കഴിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നില്ല. ആരും തന്നെ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്നും പറയുന്നില്ല. എന്നാൽ ബീഫിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭക്ഷണവും അവരുടെ കച്ചവട മാർഗവുമായതുകൊണ്ട് അതിനെ തടയണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വരുന്നത്. അതിന് സപ്പോർട്ടായി ഭരണകൂടവും മുമ്പോട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് ആർട്ടിക്കിൾ 21. ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. അതിൽ നാം എന്ത് കഴിക്കണമെന്നത് ഒരാളുടെ തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. ചിന്തയ്ക്കും വിശ്വാസത്തിനുമൊപ്പം നാം ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യ എന്ന രാജ്യം തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. കേരളത്തിന്റെ ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വലിയ വില നൽകുന്ന സ്ഥലമാണ് കേരളം. വ്യക്തി സ്വാതന്ത്ര്യവും ഭക്ഷണ സ്വാതന്ത്ര്യവും വേണമെന്ന് ശഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു മൃഗത്തിന്റെ പേരിൽ മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്ക് വിരുദ്ധമാണ്. പശുവിനെ വിശുദ്ധമായി കാണുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യമല്ല. ഈ ചോദ്യം ചോദിക്കുന്നവർ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. കേരളത്തിൽ പന്നിയിറച്ചി നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ പന്നിയിറച്ചി നിരോധിച്ചിട്ടുണ്ടോ? അതുമില്ല. ആരെങ്കിലും പന്നിയിറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ തല്ലി കൊല്ലപ്പെടുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ നിരോധനമില്ലാത്ത ഒരു കാര്യത്തിനെതിരെ എന്തിനാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത്? പന്നിയിറച്ചി കഴിക്കാത്തവർ അത് അവരുടെ മതപരമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. എന്നാൽ ബീഫ് കഴിക്കുന്നവരെ ദേശദ്രോഹികൾ എന്ന് വിളിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അതിനെതിരെ തെരുവിലിറങ്ങി പാചകം ചെയ്ത് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് സ്നേഹവും സംസ്കാരവും ഒക്കെയാണ്. അതിന്റെ പേരിൽ വർഗീയ വിദ്വേഷം പുറപ്പെടുവിക്കുന്നവരെ നമ്മൾ തീർച്ചയായും തിരിച്ചറിയുക തന്നെ വേണം. ബീഫ് കഴിക്കാനും ഇവിടെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പന്നിയിറച്ചി കഴിക്കാനും ഇവിടെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് മേൽ ആരെങ്കിലും കടന്നു കയറുമ്പോഴാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.